ദേ അമ്മേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. ഏതോ ഒരു ജോത്സ്യം വന്ന് പറഞ്ഞപ്പത്തേന് 4 മാസം കൊണ്ട് കല്യാണം നടത്തണം പോലും, അതും ആ ജോലിയും കൂലി ഇല്ലാത്തവനെ. ഞാൻ സമ്മതിക്കത്തില്ല. ഡി, സൂക്ഷിച്ച് സംസാരിക്ക്. ഏതോ ഒരു ജോത്സ്യനെന്നോ? അങ്ങേര് വേറെ ഒരു ജോത്സ്യനല്ല, ദിവ്യനാണ്, ദിവ്യൻ. രാമേശ്വരം ഇല്ലത്തെ വാമനൻ നമ്പൂതിരിയെ പറ്റിയാണ് നീ പറയുന്നത്. അദ്ദേഹം പ്രവചിച്ച എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ നടന്നിട്ടുണ്ട്. അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? ഡി, എന്ത് കാര്യമായിട്ട് നടക്കാത്തത്? നീ ജനിച്ച് 6 മാസം കഴിയുമ്പം മുട്ടയിൽ എഴയൂന്ന് പറഞ്ഞു. അതേപോലെ നീ എഴഞ്ഞില്ലേ? അതുപോലെ തന്നെ നിനക്ക് 1 വയസ്സാകാറാകുമ്പോഴത്തേനും നീ എണീറ്റ് നടക്കൂന്ന് പറഞ്ഞു. നീ പിച്ച വെച്ച് നടന്നില്ലേ? അതുപോലെ തന്നെ നീ SLC പരീക്ഷയ്ക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവൂന്ന് പറഞ്ഞു. നീ പാസ്സായില്ലേ? ഓ എന്റെ അമ്മ, അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ. ഇതെല്ലാ വീട്ടിലും സംഭവിക്കുന്നതല്ല, ഇതെല്ലാ പിള്ളേരും ചെയ്യുന്ന കാര്യമല്ലേ? പിന്നെ ഞാൻ പഠിച്ച് പാസ്സായതുകൊണ്ടല്ല SLC പരീക്ഷ പാസ്സായത്, അങ്ങേരെ പ്രവചിച്ചോണ്ടായിരിക്കും. ഡി, ദൈവദോഷം പറയരുത്, നിന്റെ നാവ് പുഴുത്തു പോകും. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ വിവാഹം ഞാൻ 4 മാസത്തിനുള്ളിൽ തന്നെ നടത്തും. എന്റെ അമ്മേ, ഒരു ലൈൻ പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ 4 മാസം കൊണ്ട് ഒളിച്ചോടുന്നത്? എന്റെ പൊന്നുമോളെ, ഈ 4 മാസത്തിനുള്ളിലേ ഇൻസ്റ്റാഗ്രാമിൽ ആരേലും കണ്ട് അവര് വല്ലു ഹായ് അയച്ച് ആ ഹായ് കണ്ട് നിനക്ക് സ്പാർക്ക് അടിച്ച് അവന്റെ കൂടെ ഒളിച്ചോടി പോണായിരിക്കും. അച്ഛാ, അച്ഛനെങ്കിലും അമ്മേനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഈ കാര്യത്തിൽ ഞാൻ മോളുടെ അമ്മയുടെ കൂടെയാ. മോളുടെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്റെ കല്യാണം ഞാൻ 4 മാസത്തിനുള്ളിൽ തന്നെ നടത്തും. ഓ എന്തൊരു കഷ്ടമായത്.